നിമിഷപ്രിയ. എന്താണ് കേസ്? വരൂ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസ്. യമൻ സ്വദേശിയായ തലാൽ അബ്ദുൾ മഹദിയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി നൽകിയ അപ്പീലുകളെല്ലാം യമൻ സുപ്രീം കോടതി തള്ളിയിരുന്നു. ജൂലൈ 16 നടപ്പാക്കേണ്ടിയിരുന്ന ശിക്ഷ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് ശിക്ഷ മരവിപ്പിച്ചു എന്ന സ്ഥിരീകരണം യമനിൽ നിന്ന് പുറത്തു വന്നത്. വീണ്ടും പ്രതീക്ഷകൾ ഉയർന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ കാരുണ്യത്താലാണ് യമനിലെ സൂഫി പണ്ഡിതരുമായുള്ള ചർച്ചയിൽ വധശിക്ഷ നീട്ടിവെക്കാൻ കുടുംബം തയ്യാറായത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലുകളാണ് ഇതിന് നിർണായക പങ്കുവഹിച്ചത്. ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനും കുടുംബം തയ്യാറാണെന്ന സൂചനകളും പുറത്തു വരുന്നു. മലയാളി പെൺകുട്ടിയുടെ അന്തിമ വിധി എന്താണെന്നറിയാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് രാജ്യം. ഇനി നോക്കാം, ആരാണ് നിമിഷപ്രിയ? യമനിലെ വധശിക്ഷയ്ക്ക് നയിച്ച കാരണം എന്താണ്? പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. 2008 നിമിഷപ്രിയ നേഴ്സായി യമനിൽ ജോലിക്കെത്തുന്നു. 2011 കേരളത്തിൽ തിരിച്ചെത്തിയ നിമിഷപ്രിയ ടോമി തോമസിനെ വിവാഹം ചെയ്ത് ഇരുവരും വീണ്ടും യമനിലേക്ക് മടങ്ങുന്നു. 2014 യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതോടെ ഭർത്താവ് ടോമി തോമസ് മകളുമായി തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഇതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹദിയുടെ സഹായം തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മെഹദിക്ക് കൈമാറിയിരുന്നു. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി. മഹദിയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഉണ്ടാക്കി. 2015 നിമിഷപ്രിയ 1 മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിരുന്നു. സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്ന് നിമിഷയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായുള്ള വിവാഹ ഫോട്ടോയാക്കി മാറ്റുകയും ചെയ്തുവെന്നാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതി നൽകിയ റിട്ട് ഹർജിയിൽ പറയുന്നത്. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചുവെക്കുകയും ചെയ്തു. കൃത്രിമ വിവാഹരേഖയുൾപ്പെടെ തലാൽ ഉണ്ടാക്കിയെടുത്തു. വരുമാനം കൈക്കലാക്കുന്നതിനോടൊപ്പം നിമിഷയുടെ സ്വർണമെടുത്ത് തലാൽ സ്വന്തം നിലയിൽ വിൽക്കുകയും ചെയ്തിരുന്നു. തലാലിന്റെ കീഴിൽ നിരന്തരമായി മാനസികമായും ശാരീരികമായുമുള്ള പീഡനങ്ങൾ നിമിഷയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. തോക്കിൻ മുനയിലുള്ള ഭീഷണി വരെ നേരിടേണ്ടതായി വന്നുവെന്ന് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞു. നിമിഷയുടെ പാസ്പോർട്ട് തട്ടിയെടുത്തതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്ത് നിന്ന് പുറത്തു പോകാനും കഴിയില്ലായിരുന്നു. പീഡനം സഹിക്കവയ്യാതെ നിമിഷ പോലീസിൽ പരാതി നൽകി. എന്നാൽ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസ് നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്തു. 6 ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന നിമിഷയ്ക്ക് വീണ്ടും ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. 2017 സംഭവം. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് വരെ ഇരയാക്കി. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമൻ യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിന് മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായില്ല. തലാൽ മയക്കുമരുന്നിന് അടിമയായിരുന്നതിനാലാണ് നിമിഷ നൽകിയ മരുന്ന് ഫലിക്കാതെ വന്നത്. മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചു. ഇതാണ് മരണത്തിന് കാരണമായത്. ഓവർഡോസ് ആണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലും പറയുന്നു. മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന്റെ ബോധം പോയ നേരം പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലാവുകയായിരുന്നു എന്ന് നിമിഷ കോടതിയിൽ പറഞ്ഞു. എന്നാൽ മഹദിയുടെ മൃതദേഹം
അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയില്ലെന്ന് കോടതിയിൽ പറഞ്ഞു. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ തന്നെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയായിരുന്നുവെന്നും കോടതിയിൽ ദ്വിഭാഷ സേവനം പോലും അനുവദിച്ചില്ലെന്നും നിമിഷ വാദിച്ചു. സംഭവത്തിന് കൂട്ടുനിന്ന ഹനാന് ജീവപര്യന്തവും തനിക്ക് വധശിക്ഷയും വിധിച്ചത് ന്യായമല്ലെന്നും മരിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ല മരുന്ന് കുത്തിവെച്ചത് തുടങ്ങിയ വാദങ്ങളൊന്നും തന്നെ എവിടെയും പരിഗണിക്കപ്പെട്ടില്ല. വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ല. തുടർന്ന് നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയെ സമീപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകളില്ല. തൊഴിൽ സ്ഥലത്തെ ശാരീരികവും മാനസികവുമായ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയ ശ്രമിച്ചതെന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനായി അനസ്തേഷ്യ കുത്തിവെക്കുകയായിരുന്നുവെന്നും കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നില്ലെന്നും കുടുംബവും പറയുന്നു. എങ്കിലും ജൂലൈ 16 വിധിച്ച വധശിക്ഷ മരവിപ്പിച്ചതോടെ വീണ്ടും പ്രതീക്ഷയ്ക്ക് വഴിവെക്കുകയാണ്. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.